ഇതിൻ്റെ SITയുടെ അന്വേഷണത്തിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അതിൻ്റെ മറവിൽ ഇതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. ആരെ ചോദ്യം ചെയ്യുന്നു, ആരെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആര് കുറ്റം ചെയ്താലും അയ്യപ്പൻ്റെ സ്വർണ്ണം എടുത്താൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അതിൻ്റെ മറവിൽ ചില രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് അന്വേഷണം നടക്കട്ടെ, ഏതുവരെ പോകുന്നൊക്കെ അറിയട്ടെ. തീർച്ചയായും എന്താ സംശയം, എന്താ കടകംപള്ളിയിലൊക്കെ മാറ്റി നിർത്തി ഇത് തന്ത്രിയിൽ ഒതുക്കാൻ നിന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. അല്ല, എന്താണെങ്കിലും ഇപ്പോൾ പത്മകുമാർ പറയുന്ന മാത്രമല്ലല്ലോ. പത്മകുമാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിൽ തന്നെ ഉണ്ട് കടകംപള്ളിക്കെതിരായിട്ടുള്ള സൂചന. അതായത് ഫയൽ അയച്ചതും എക്സാം ചെയ്യാൻ പറഞ്ഞ് അയച്ചതൊക്കെ അതും കൂടെ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. അവിടേക്കും കൂടെ എത്തട്ടെ. അല്ല, ഞാൻ പറയുന്നത് പോറ്റീനെ അറസ്റ്റ് ചെയ്ത് തെറ്റെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അന്വേഷണ സംഘത്തിൻ്റെ അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിൻ്റെ മറവിൽ രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ നോക്കിയാൽ അത് അംഗീകരിക്കില്ല. ഇതിപ്പം ഉയർന്ന മറ്റൊരു ചോദ്യം വിശ്വാസത്തെ കൂടിയാണ്. കാരണം തന്ത്രി പോലെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ പരമ്പരാഗതമായിട്ട് അവിടെ ആ ഒരു ഇത് ചെയ്തു വരുന്ന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വിശ്വാസികൾക്ക് വലിയ തിരിച്ചടിയല്ലേ ഇത്? തിരിച്ചടി ആരും വിശ്വാസത്തിന് തിരിച്ചടി ഉണ്ടാകുന്നില്ല. ദേവൻ്റെ ഹിതങ്ങൾ നോക്കി പ്രവർത്തിക്കേണ്ട ഒരു പ്രധാന ചുമതലയാണ് തന്ത്രിക്കുള്ളത്. അതാണ് ഹിന്ദുമത വിശ്വാസപ്രകാരം ക്ഷേത്രങ്ങളുടെ തന്ത്രിമാർക്കാണ് അതാത് ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിശ്ചയിക്കാനുള്ള, അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓരോ തന്ത്രിയുടെ പേരിൽ ഒരു അറസ്റ്റ് ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് എല്ലാ തന്ത്രിമാരും അങ്ങനെയല്ല. അതിൻ്റെ മറവിൽ എല്ലാ വിശ്വാസികളും എന്താ പറയുക, വിശ്വാസങ്ങൾ തെറ്റാണെന്ന് ഒരിക്കലും ആരും വിചാരിച്ചത് നടക്കില്ല. വിശ്വാസങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ദേവന്മാരെയും ദേവിമാരെയും ഒക്കെയുള്ള ഞങ്ങളുടെ ഹിന്ദുമതത്തിൻ്റെ സങ്കല്പങ്ങൾ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭക്തജനങ്ങൾ. അതെല്ലാ മതങ്ങളുടെയും. ഇസ്ലാം മതം രാഷ്ട്രീയം നോക്കുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകുന്ന അറസ്റ്റ്, അത് പ്രത്യേകിച്ച് നമുക്കിതിൽ ഈ കടകംപള്ളി അടക്കമുള്ള ആളുകളിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട് അന്വേഷണം. അങ്ങനെയാണ് തന്ത്രിയിലേക്ക് പോകുന്നത്. അല്ല, തന്ത്രി മാത്രമല്ല, തന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആരാ? തന്ത്രി ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ തന്നെ ആരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയതാരാ? ദേവസ്വം ഭരണസമിതിയല്ലേ. അതിൽ നിന്ന് കൈയെഴുകാൻ പറ്റുമോ?